ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. ഏപ്രിൽ 26 മുതൽ മെയ് 2 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നീതി ആയോഗിൻ്റെ പുതിയ വൈസ് ചെയർമാനായി അശോക് കുമാർ ലാഹിരി ചുമതലയേറ്റു. ഇദ്ദേഹം ഇന്ത്യയുടെ 12ാമത് ചീഫ് എക്കണോമിക് അഡ്വൈസറും 15ാം ധനകാര്യ കമ്മീഷൻ അംഗവും കൂടാതെ ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി എന്നിവയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി ആയിരുന്നു. ഹിന്ദുക്കുഷ് ഹിമാലയ മേഖല അഥവാ HKH മേഖല, ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇൻ്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് ഹിന്ദുക്കുഷ് ഹിമാലയ മേഖലയിലെ മഞ്ഞുവീഴ്ചയിൽ 27% റെക്കോർഡ് കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് പുറത്തുവന്നു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, മ്യാൻമർ, പാകിസ്ഥാൻ എന്നീ 8 രാജ്യങ്ങളിലായി ഏകദേശം 3500 കിലോമീറ്റർ വിസ്തൃതിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾക്ക് പുറത്തുള്ള ഏറ്റവും വലിയ സ്ഥിരമായ ഹിമപാളി പ്രദേശമായ HKH മേഖലയെ 3ാം ധ്രുവമായി കണക്കാക്കുന്നു. അമുദര്യ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഇറവാടി, സാൽവീൻ, മെക്കോങ്, യാങ്സെ, യെല്ലോ റിവർ, തരിം എന്നിങ്ങനെ 10 വലിയ ഏഷ്യൻ നദീതടങ്ങളുടെ ഉറവിടമാണ് HKH മേഖല. ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതി. ഇന്ത്യയിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതി അഥവാ സ്മോൾ ഹൈഡ്രോ പവർ ഡെവലപ്മെൻറ്റ് സ്കീം. ഉദ്ദേശം ഏകദേശം 1500 മെഗാവാട്ട് ശേഷി സ്ഥാപിക്കുന്നതിനും വികേന്ദ്രീകൃത ശുദ്ധമായ ഊർജ്ജം വികസിപ്പിക്കുന്നതിനും. പദ്ധതിക്കായി 2584.60 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. ഈ പദ്ധതി പ്രകാരം വിദൂര മലയോര പ്രദേശങ്ങളിൽ വികേന്ദ്രീകൃത വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നു. സ്കൈറൂട്ട് വിക്രം 1 രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് സ്കൈറൂട്ട് എയറോസ്പേസ് വികസിപ്പിച്ച വിക്രം 1. 2018 മുൻ ISRO സയന്റിസ്റ്റുകളായ പവൻകുമാർ ചന്ദനയും നാഗഭാരത് ദാക്കയും ചേർന്ന് സ്ഥാപിച്ചതാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയറോസ്പേസ്. പ്രത്യേകതകൾ: ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണിത്. ഭൂമിയിൽ നിന്ന് 160 മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് 350 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ ഈ റോക്കറ്റിന് സാധിക്കും. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായാണ് റോക്കറ്റിന് വിക്രം എന്ന് പേരിട്ടിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപണത്തിനായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. G7 പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം. 2026 G7 പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഫ്രാൻസിലെ പാരീസിലാണ് നടന്നത്. ഫ്രാൻസിലെ എവിയാനിലാണ് G7 ഉച്ചകോടി നടക്കുന്നത്. ചർച്ചാ വിഷയങ്ങൾ കാർബൺ ബഹിർജനം കുറയ്ക്കൽ, സമുദ്ര സംരക്ഷണം, ജൈവവൈവിധ്യ ധനസഹായം എന്നിവയാണ്. അമേരിക്കൻ ഭരണകൂടവുമായുള്ള നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ഈ വർഷത്തെ ചർച്ചകളിൽ ആഗോള താപനത്തെക്കുറിച്ച് നേരിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് യോഗം നടന്നത്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ 2026 ഏപ്രിൽ 27 ഔദ്യോഗികമായി ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. നികുതി ഇളവ്. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, മരുന്നുകൾ എന്നിങ്ങനെ 8284 ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലൻഡ് വിപണിയിൽ നികുതിരഹിത പ്രവേശനം ലഭിക്കും. തൊഴിൽ വിസകൾ. പ്രതിവർഷം 1667 ഇന്ത്യക്കാർക്ക് 3 വർഷത്തെ താൽക്കാലിക തൊഴിൽ വിസകൾ ലഭിക്കും. വിദ്യാഭ്യാസവും സേവനവും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനും ബിരുദധാരികൾക്ക് ന്യൂസിലൻഡിൽ ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യ നൽകുന്ന ഇളവുകൾ. കമ്പിളി, വീഞ്ഞ്, തടി, കൽക്കരി, ബ്ലൂബെറി തുടങ്ങിയ ന്യൂസിലൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകും. DPI at 2047. ഇന്ത്യയെ $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തോടെ നീതി ആയോഗ് പുറത്തിറക്കിയ റോഡ് മാപ്പാണ് DPI at 2047. വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഇതിൽ വിശദീകരിക്കുന്നു. പ്രധാന ലക്ഷ്യങ്ങൾ: സാമ്പത്തിക വളർച്ച. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്തെ അതിവേഗ സാമൂഹിക സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുന്നു. DPI 2.0 2025 മുതൽ 2035 വരെ. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, MSME തുടങ്ങിയ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപജീവനത്തെ അടിസ്ഥാനമാക്കിയുള്ള വളർച്ച. ഇതാണ് DPI 2.0 ഉദ്ദേശിക്കുന്നത്. DPI 3.0 ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാങ്കേതിക നേതൃത്വം ഉറപ്പാക്കൽ. പ്രാപ്തി പോർട്ടൽ. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറുകൾ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയതോ പ്രവർത്തനരഹിതമായതോ ആയ പഴയ PF അക്കൗണ്ടിലെ പണം കണ്ടെത്താനും വീണ്ടെടുക്കാനും EPFO ആരംഭിച്ച ആധാർ അധിഷ്ഠിത സംവിധാനമാണ് പ്രാപ്തി പോർട്ടൽ.
നിഷ്ക്രിയ അക്കൗണ്ടുകൾ ഇതുവഴി കണ്ടെത്താൻ സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലെ PF അക്കൗണ്ടുകൾ ആധാർ നമ്പർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറുമായി ബന്ധിപ്പിക്കാം. പഴയ അക്കൗണ്ടുകൾ ആധാർ വഴി തിരിച്ചറിഞ്ഞ് നിലവിലെ UAN-മായി ലിങ്ക് ചെയ്യാൻ ഈ പോർട്ടൽ സഹായിക്കുന്നു. സുരക്ഷിതമായ ആധാർ അധിഷ്ഠിത പരിശോധനയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മെയ് ദിനം. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളെയും ത്യാഗങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം അഥവാ മെയ് ദിനമായി ആചരിക്കുന്നു. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹേമാർക്കറ്റ് കലാപമാണ് ഈ ദിനത്തിൻ്റെ ചരിത്രത്തിന് അടിസ്ഥാനം. 2026 തീം ആരോഗ്യകരമായ മാനസിക സാമൂഹിക പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കൽ അഥവാ എൻഷുറിംഗ് എ ഹെൽത്തി സൈക്കോസോഷ്യൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. സമ്പൂർണ്ണ പേപ്പർലെസ് ജുഡീഷ്യറി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർലെസ് ജുഡീഷ്യറി സംസ്ഥാനം സിക്കിമാണ്. ഫയലിംഗ്, വിർച്വൽ ഹിയറിംഗ്, ഡിജിറ്റൽ റെക്കോർഡുകൾ എന്നിവ ഉപയോഗിച്ചാണ് സിക്കിമിലെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർലെസ് ജില്ലാ കോടതി വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.